ഗിരിയെയും പാറൂനെയും കൊല്ലുമെന്ന് ഈ നകുലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനൊരു വാക്ക് ഞാൻ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ടിനെ ഞാൻ തന്നെ തീർക്കൊടാ. ഈ കൂലി വാങ്ങിയവന്മാർക്ക് അതിനുള്ള കേൾപ്പില്ലെങ്കിൽ ഈ ഞാൻ തന്നെ കളത്തിലിറങ്ങടാ. കത്തി കൊണ്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി TT എടുത്തില്ലെങ്കിൽ സെപ്റ്റിക് ആവാൻ ചാൻസ് ഉണ്ട്. അതിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരണ്ടേ? എന്തിനാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നേ? ഡോക്ടർ ഇവിടെ ഉണ്ടല്ലോ. അത്ര ഡീപ്പ് കൊണ്ടൊന്നുമല്ല. ഞാനിത് ഡ്രസ് ചെയ്തോളാം. ഇന്നലെ എന്തായാലും ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് വാങ്ങി നന്നായി. ഇതാ വരുന്നേ. കുഴപ്പമൊന്നുമില്ല. എന്നാലും ഏട്ടാ, എത്ര സന്തോഷമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യായിരുന്നു. അതിനിടയിൽ എവിടുന്ന് ആ ദുഷ്ടന്മാര് കേറി വന്ന്. ഇത് പെട്ടെന്നുണ്ടായ ആക്രമണമൊന്നുമല്ല. അവര് പാറൂനെ ലക്ഷ്യം വെച്ച് തന്നെയാ വന്നത്. ആ പെടലിയായിരിക്കും ഏട്ടത്തിയമ്മയെ കൊല്ലാൻ ആളെ അയച്ചത്. അതെ, അതിനെന്നെയോ സാധ്യത. ഇന്ദ്രന്റെ ആൾക്കാരായിരിക്കും എനിക്കപ്പോ തന്നെ തോന്നിയതാ. ഏതായാലും പാറുവിന് ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ. അത് തന്നെ വലിയ ഭാഗ്യം. എന്തായാലും ആ ഇന്ദ്രനെ ഒന്ന് സൂക്ഷിക്കണം. അവന് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ ചില ഉമ്മാക്കികൾ കാണിക്കും. ആലോചിച്ചിട്ട് പേടിയാവുന്നു. പേടിക്കൊന്നും വേണ്ട. ദേ ഡോക്ടർ വന്നു. കാണിക്ക നോക്കട്ടെ. പാറുവിനാകെ ബുദ്ധിമുട്ടായില്ലേ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? ഇതെന്റെ ജോലിയല്ലേ. ഇന്നലെ ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വാങ്ങി വെച്ചതിന്റെ ഉപയോഗം കണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ വീട്ടിലും ഇത് വേണമെന്ന്. ഇപ്പൊ ഞങ്ങക്ക് മനസ്സിലായി. അല്ല, ഇത് കഴിഞ്ഞില്ലേ? ഞാൻ എഴുന്നേക്കട്ടെ? ഒരു ചെറിയ ഇഞ്ചക്ഷൻ കൂടി ഉണ്ട്. ഇഞ്ചക്ഷനോ? അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. TT എടുത്തില്ലെങ്കിൽ രത്ന പറഞ്ഞ പോലെ സെപ്റ്റിക് ആവും. എനിക്ക് അങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടാവാറില്ല. എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട. ഏട്ടനെ ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയാ. നിനക്കല്ലേടി ഇഞ്ചക്ഷൻ പേടി? ഗിരിയേട്ടാ, വാശി പിടിച്ചിട്ട് കാര്യമില്ല. ഇഞ്ചക്ഷൻ എടുക്കാതെ ഒരു നിവൃത്തിയില്ല. പിന്നെ പേടിയാണെങ്കിൽ കണ്ണടച്ചിരുന്നോ? പേടിയോ? എനിക്കെന്ത് പേടി? ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, അത്രേ ഉള്ളൂ. ഞാൻ അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. പിടിച്ച് കിടത്തിയ എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ടത്. അവിടെ കിടന്നോ? കൈ ശരിയാവാൻ വേണ്ടി തന്നെ. ഇഞ്ചക്ഷന്റെ ഒരു ആവശ്യമില്ല. ആര് പറഞ്ഞു? ഞാനല്ലേ പറയുന്ന ആവശ്യമുണ്ട്. ഒന്ന് അടങ്ങിയിരിക്കെ. 2 മാസം മുമ്പ് ഒരു ഇഞ്ചക്ഷൻ ഇരിക്കവിടെ, പറയുന്ന കേക്ക്. കിടന്നില്ലേ? കിടക്ക്. കിടക്കാൻ എനിക്ക് ഉറക്കം വരുന്നില്ല. പറ. കിടക്ക്. ഉറങ്ങാനല്ല ഗിരിയേട്ടാ, ഇത് കുത്തണ്ടേ. അയ്യോ, ഇത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ സെപ്റ്റിക് ആയി പഴുത്ത് പിന്നെ അറിയാലോ. കിടക്ക്. ഇവിടെ എടുത്തോ. അവിടെ ഒന്നും എടുക്കാൻ പറ്റില്ല. കിടന്നേ. കുത്തരുത്. പിടിച്ചോ. കുത്തല്ലേ. അയ്യോ, കുത്തി. കഴിഞ്ഞു 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 കഴിഞ്ഞു. കോട്ടനെടുത്ത കുഞ്ഞി. കഴിഞ്ഞോ? കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. വേദന പതിയെ മാറും ഏട്ടാ. അയ്യോ, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇതിനാണോ ഇത്രയും പേടിച്ചേ? എങ്ങനെയുണ്ട്? പേടിയുണ്ടായിട്ടൊന്നുമല്ല. മുഖം കണ്ട പറയും. വേദന എടുത്തോ? എനിക്ക് ഇഞ്ചക്ഷൻ ഇഷ്ടമല്ല. ഇന്ദ്ര, എന്താ നീ കാണിക്കണേ? എടാ, ഇങ്ങനെ കുടിച്ച ചത്തുപോടാ. ചാവട്രാ, ചത്തുപോട്ടെ. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നേക്കാളും നല്ലത് ചത്തു തൊലയുന്നതാ. മതി. ഇപ്രാവശ്യം ഒരു രക്ഷപ്പെട്ടെന്ന് കരുതി ഇത് എന്നേക്കുമായിട്ടുള്ള ഒരു രക്ഷപ്പെടലല്ലടാ.
ഗിരിയെയും പാറുവിനെയും കൊല്ലുമെന്ന് ഈ നകുലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വാക്ക് ഞാൻ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ടിനെ ഞാൻ തന്നെ തീർക്കോടാ. ഹ! ഈ കൂലി വാങ്ങിയവന്മാർക്ക് അതിനുള്ള കേൾപ്പില്ലെങ്കിൽ ഈ ഞാൻ തന്നെ കളത്തിലിറങ്ങടാ. എന്റെ കൈകൊണ്ട് തന്നെ രണ്ടിന്റെ കുടൽമാല കുത്തി പുറത്തിടോടാ. ഉയിര് പഴച്ചതിന്റെ സന്തോഷത്തിന്റെ അവനും അവളും കൂടി ഇപ്പൊ പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും. എനിക്കത് കാണാടാ. രണ്ടും കൂടി പരിഹസിച്ചിരിക്കുന്നത് എന്റെ മുഖത്ത് നോക്കിയാ. നാണക്കേടിന്റെ മീതെ വീണ്ടും നാണക്കേട്. ഇന്ദ്രൻ ആണാണെന്നും പറഞ്ഞ് മീശയും വെച്ച് നടക്കുന്നതിൽ പിന്നെ എന്താണ് കാര്യം? ഇന്ദ്ര, നീ എന്ത് പ്രാന്താണായി കാണിക്കുന്നത്? നീ ഇങ്ങനെ ഇവിടെ കിടന്ന് ബഹളം വെക്കൽ ആൾക്കാർ കൂടുന്നു. എടാ ഇന്ദ്ര, നീ വാ, നമുക്ക് പോവാം. ഇല്ലടാ, ഞാനിവിടുന്ന് എങ്ങോട്ടേക്കില്ല. എനിക്ക് അവനെ കൊല്ലണം, അവളെ കൊല്ലണം, രണ്ടിനെയും വെട്ടി നോക്കി കൊല്ലണം. എടാ നീ വന്ന് വണ്ടി കയറി, ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കാന്ന്. വേണ്ടാ, അവളുടെ ശവം കാണാതെ ഞാൻ പോവില്ല. അവള് ചാവണം, എന്നാലേ എനിക്ക് സമാധാനാവും. ഇന്ദ്ര, നീ ഇങ്ങോട്ട് വന്നേ. കൊല്ലാൻ. കേറ്. കേറ് അകത്ത്. കേറ്. എനിക്ക് കൊല്ലണം. മുതലാളി 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 എന്താ നിന്റെ ഉദ്ദേശം? ചോദിച്ചത് കേട്ടില്ലേ? നീ ഇന്ദ്രനും കൂടി അവനെ അവളെ കൊല്ലാൻ ആളെ അയച്ചു അല്ലേ? അച്ഛനതെങ്ങനെ? അതെ, ആരുടെയോ ആക്രമണത്തിൽ നിന്ന് ഗിരിയും പാറുവും രക്ഷപ്പെട്ടെന്ന് മണി പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ഊഹിച്ചു അതിന്റെ പിന്നില് നീയും ഇന്ദ്രനും ആയിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ഈ അതിക്രമം കാണിച്ചത്? ഇന്ദ്രനെ കൂടെ നിർത്തണമെങ്കിൽ അതാവശ്യമാണ്. അവരുടെ ശവം കാണാതെ അവൻ അടങ്ങില്ല. അവനെ കൂടെ നിർത്തണമെന്ന് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത്? ഇന്ദ്രന്റെ പക എനിക്ക് മനസ്സിലാക്കാം, പക്ഷെ അതിപ്പോ തീർക്കാൻ നിന്നല്ലേ നഷ്ടം നമുക്കാ.